إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയുണ്ടായി. ചില പ്രവാചകന്മാർ ചില കുടുംബങ്ങളിലേക്ക് വന്നു, മറ്റു ചില പ്രവാചകന്മാർ ചില ഗോത്രങ്ങളിലേക്ക് വന്നു, ചില പ്രവാചകന്മാർ ഒരു രാജ്യത്തിനു വേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും മാർഗദർശകനായി വന്നു. ആ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അധ്യായങ്ങളിൽ സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ ശുഅറാ ഇങ്ങനെയുള്ള ധാരാളം സൂറത്തുകളിൽ ശുഐബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജനസമൂഹത്തെക്കുറിച്ചും വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാം മദിയൻ നിവാസികളിലേക്കും ഐക്കത്ത് നിവാസികളിലേക്കും നിയുക്തനാക്കപ്പെട്ട പ്രവാചകനാണ്. മദിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമിന്റെ ഒരു പ്രദേശവും ഹിജാസുമായി ചേർന്ന് കിടക്കുന്ന രാജ്യവുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ മദിയാൻ, അദ്ദേഹത്തിന്റെ മകൻ മദിയനിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ രാജ്യത്തെയും പ്രദേശത്തെയും അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മറ്റൊരു ദേശമാണ് ഐക്കത്ത്. മരക്കൂട്ടങ്ങളുടെ ഇടയിൽ താമസിച്ചിരുന്ന ആൾക്കാർ. ഇവരിലേക്കും ഉത്ബോധനം നടത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ശുഐബ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചത്. ഈ രണ്ടും ഒരു ഗോത്രക്കാരാണ് എന്നും അഭിപ്രായമുണ്ട്. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ മദിയൻ നിവാസികൾ ആരാധനയ്ക്ക് വേണ്ടി ഒരു വൃക്ഷത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ച മൂർത്തി, അതിന്റെ പേരാണ് ഐക്കത്ത് എന്നും ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയുണ്ടായി, ഇന്ന അസ്ഹാബ മദിയന വ അസ്ഹാബൽ ഐക്കത്തി ഉമ്മതാനി. തീർച്ചയായും മദിയൻ നിവാസികളും ഐക്കത്തിന്റെ ആൾക്കാരും രണ്ട് പ്രത്യേക സമുദായങ്ങളാണ്. ബഅസ ഇലൈഹിമാ ശുഐബ് അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ജനതയിലേക്കാണ് ശുഐബ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചയച്ചത്. ശുഐബ് നബി അലൈഹിസ്സലാം വന്ന ഈ ജനങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ ചെറിയ പ്രശ്നങ്ങളിലല്ല, നേരെ മറിച്ച് ഗുരുതരമായ മനുഷ്യ ജീവിതത്തിനെ താറുമാറാക്കി കളയുന്ന ധാരാളം പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം ശിർക്ക് എന്നത് തന്നെയാണ്. അല്ലാഹുവല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും വസ്തുക്കളെയും പൂജിക്കുന്നവരായിരുന്നു ഈ ജനസമൂഹം. രണ്ടാമത് കച്ചവടക്കാരായിരുന്ന ഇവര് എല്ലാവരും അളവിലും തൂക്കത്തിലും ഏറ്റക്കുറവുകൾ വരുത്തുമായിരുന്നു. ജനങ്ങൾക്ക് ശരിയായി കൃത്യമായി അളന്നു തൂക്കി സാധനങ്ങൾ നൽകുമായിരുന്നില്ല. മൂന്നാമത്തെ ഇവരുടെ പ്രശ്നം, ഇവര് വഴികൊള്ളക്കാരായിരുന്നു. ജനങ്ങൾ സമ്പത്തുമായും കച്ചവടച്ചരക്കുമായും യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ പതിയിരുന്നുകൊണ്ട് അവരെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായിരുന്നു ഇവർ. നാലാമത്തെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വത്തിനെ അംഗീകരിച്ചുകൊണ്ട് ശുഐബ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ച ആൾക്കാരെ ഇവര് പോയി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുമായിരുന്നു.
ഈ പ്രശ്നങ്ങളുള്ള ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് വരുന്ന പ്രവാചകൻ എത്ര ത്യാഗസമ്പൂർണമായ പരിശ്രമം അവരുടെ ഇടയിൽ ചെയ്യേണ്ടി വരും, എത്ര നല്ല സാരസമ്പുഷ്ടമായ ദഅവത്ത് അവരിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശുഐബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഖതീബുൽ അംബിയാ എന്നാ പറയുന്നത്. പ്രവാചകന്മാരിലെ വലിയ പ്രഭാഷകൻ എന്ന അപരനാമമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാമിന് നൽകിയത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്കറ ശുഐബൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ ശുഐബ് പ്രവാചകനെ കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പറയുമായിരുന്നു ഖതീബുൽ അംബിയാ, പ്രവാചകന്മാരിലെ വലിയ പ്രഭാഷകനായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാം. കാരണം രണ്ട് ജനങ്ങളും ഒരു വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ ധാരാളം മോശമായ പ്രവണതകൾ ജീവിതത്തിൽ അജണ്ടയാക്കിക്കൊണ്ട് നടന്നവരായിരുന്നു. അവരെ സൽപന്താവിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അത്രയും സാരസമ്പുഷ്ടമായ പ്രഭാഷണവും പ്രബോധനവും അനിവാര്യമായിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം അറേബ്യൻ ഗോത്രത്തിൽപ്പെട്ടയാൾ കൂടിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, അർബഅത്തുൻ മിനൽ അംബിയാഇ മിനൽ അറബ്, നാല് പ്രവാചകന്മാരെ അറേബ്യയിൽ നിന്നുള്ളവരാണ്, അറബികളിൽ നിന്നുള്ളവരാണ്. ഒന്ന് ഹൂദ് അലൈഹിസ്സലാം, രണ്ട് സാലിഹ് അലൈഹിസ്സലാം, മൂന്ന് ശുഐബ് അലൈഹിസ്സലാം, വനബിയുക യാ അബാ ദർ, നാലാമത് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അറബിയിൽ നിന്നുള്ളവരാണ്. ലോകമെമ്പാടുമുള്ള അറേബ്യൻ ജനസമൂഹത്തിനെ ചരിത്ര പശ്ചാത്തലത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് വിഭാഗക്കാരായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ അറബുൽ ബാഇദ എന്ന് പറയും. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനസമൂഹവും അതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ആദ് സമൂഹവും ജുർഹും ഗോത്രവും, ഇവരെ കുറിച്ച് ബാഇദ എന്നാണ് പറയുന്നത്. ഇവരൊക്കെ അറേബ്യൻ ജനസമൂഹമായിരുന്നു, അറബി സംസാരിക്കുന്നവരായിരുന്നു. രണ്ടാമത്തെ അറേബ്യയെ കുറിച്ച്, അറബികളെ കുറിച്ച് പറയുന്നത് അൽ അറബുൽ ആരിബ എന്നാണ് പറയുന്നത്. ഇവരുടെ അടിസ്ഥാനത്തെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ചെറുമകനായ ഖഹ്താൻ, ഈ ഖഹ്താനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ടവരെ കുറിച്ചും അറബുൽ ആരിബ് എന്ന് പറയാറുണ്ട്. മൂന്നാമത്തെ വിഭാഗം അദ്നാനിയകൾ എന്നാ പറയുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയായ അദ്നാൻ, ജുർഹും ഗോത്രക്കാര്, നേരത്തെ പറഞ്ഞ ബാഇദ യഥാർത്ഥ അറേബ്യൻ ജനസമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ജുർഹും ഗോത്രക്കാര്. ഇവരിൽ നിന്നുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത് പിന്നീട് അവര് അറബികളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറേബ്യൻ ജനസമൂഹത്തിൽ നിന്നാണ് നിയോഗിച്ചയക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗോത്രക്കാരായ അൽ അറബുൽ മുസ്തഅരിബ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അറേബ്യൻ ജനസമൂഹം മൂന്ന് വിഭാഗമുണ്ട്. ഒന്ന് അൽ അറബുൽ ബാഇദ, രണ്ട് അൽ അറബുൽ ആരിബ, മൂന്ന് അൽ അറബുൽ മുസ്തഅരിബ. ഈ മുസ്തഅരിബ എന്ന് പറയുന്ന അറേബ്യൻ ഗോത്രത്തിൽപ്പെട്ടവരെ അനസീങ്ങൾ എന്നും പറയാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി, സലമത്ത് ബിൻ സഅദ് അൽ അനസി. ഈ അനസി ഗോത്രത്തിൽപ്പെട്ട സലമത്ത് ബിൻ സഅദ് മുസ്ലിമായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നിഅമൽ ഹയ്യു അൽ അനസ, ഗോത്രക്കാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാര് അനസത്ത് ഗോത്രക്കാരാണ്. ഈ മൂന്ന് അറബികളെയും വേർതിരിവില്ലാതെ അറബികൾ എന്ന് തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിരിക്കുന്നത്. ശുഐബ് നബി അലൈഹിസ്സലാം അങ്ങനെയുള്ള അറബികളിൽ നിന്നുള്ളയാളാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ ജനങ്ങളിലേക്ക് വന്നു. ആ മദിയനിലെ ജനങ്ങളെ അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. മദിയൻ ജനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവര് മുശ്രിക്കീങ്ങളായിരുന്നു, ശിർക്ക് ചെയ്യുന്നവരായിരുന്നു.
അവരോട് ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചത് തന്നെ وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم. മദിയൻ ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ ശുഐബ് നബി അലൈഹിസ്സലാമിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാം മദിയൻ നിവാസികളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന് മാത്രം ആരാധനകൾ ചെയ്യണം. മാലകും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും ആരാധ്യം നിങ്ങൾക്കുണ്ടോ? ഖദ് ജാഅതുകും ബയ്യിനതും മിൻ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അസ്തിത്വത്തിനും അവന്റെ ഏകത്വത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ അടുക്കൽ കൃത്യമായി വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തൗഹീദിന്റെ വക്താക്കളായിരിക്കണം. രണ്ടാമത് അവരിൽ നടമാടിക്കൊണ്ടിരുന്ന ഒരു അനാചാരം, അവരിൽ സർവ്വസാധാരണമായി വ്യാപിച്ചു കൊണ്ടിരുന്ന ഒരു തിന്മയായിരുന്നു. കച്ചവടക്കാരായിരുന്ന അവരെങ്ങനെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി കള്ളത്തരം പറയുക, അളവിലും തൂക്കത്തിലും ഏറ്റുവ്യത്യാസം നടത്തിക്കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കൊള്ളലാഭം നേടിയെടുക്കുന്നവർ. അല്ലാഹു അവരോട് പറയുകയുള്ളൂ, ശുഐബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. വഔഫുൽ കൈല വൽ മീസാന, നിങ്ങൾ തൂക്കത്തിനെയും അളവിനെയും വളരെ കൃത്യമാക്കണം. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ സാധനങ്ങളിൽ കുറവ് വരുത്തി വിൽപ്പന നടത്തരുത്. വലാ തഅതൗ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി നന്നായതിനു ശേഷം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ. വീണ്ടും ശുഐബ് നബി അലൈഹിസ്സലാം അവരിലുണ്ടായിരുന്ന തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഉത്ബോധനം നൽകുകയാണ്. നിങ്ങൾ ഒരിക്കലും വഴിയോരങ്ങളിൽ പതിയിരുന്നുകൊണ്ട് ജനങ്ങളെ പേടിപ്പെടുത്തുകയും അവരുടെ സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യരുത്. ولا تقعدوا بكل صراط توعدون, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ നിങ്ങൾ പതിയിരുന്നുകൊണ്ട് വഴികൊള്ള നടത്തരുത്, അവരെ ഭയപ്പാടിലാക്കി കളയരുത്. ولا تصدون عن سبيل الله من آمن به وتبغونها عوجا, നിങ്ങൾ ഒരിക്കലും ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയരുത്. സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ അതിൽ നിലയുറപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സത്യവിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കരുത്. നിങ്ങൾ വളഞ്ഞ മാർഗത്തെയാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അല്ലാഹു അവർക്ക് ചെയ്ത അനുഗ്രഹത്തെ ശുഐബ് നബി അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കണം, എണ്ണത്തിൽ നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, അല്ലാഹു നിങ്ങളെ ഭൂരിപക്ഷമാക്കി. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്നും നിങ്ങൾ ചിന്തിക്കണം. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിന്റെ സാരസമ്പുഷ്ടമായ പ്രബോധനത്തിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറായി. ഒരു വിഭാഗം ആൾക്കാർ അതിനെ തിരസ്കരിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തു. قال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون. നിഷേധികളായ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശുഐബിനെ പിൻപറ്റിയാൽ നിങ്ങൾ പരാജികളിൽ പെട്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ശുഐബിനെ പിൻപറ്റരുത്. പൂർവികന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന മൂർത്തികളെ പൂജിച്ചുകൊണ്ട്
പൂർവികരുടെ ആദർശങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അടിയുറച്ചു നിൽക്കണം. قال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم لخاسرون فأخذتهم الرجفة فأصبحوا في دارهم جاثمين. ആ ജനങ്ങളെ ഒരു മഹാവിസ്ഫോടനം പിടികൂടി. അവരവരുടെ വീടുകളിൽ പ്രഭാതമായപ്പോൾ വീട് കിടക്കുന്നവരായി. ആ സ്ഫോടനത്തിൽ അവരുടെ എല്ലാം ഛിന്ന ഭിന്നമായി പോയി. രാത്രി അവർ വിശ്രമിക്കാനുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ അവരുടെ വീടുകളിൽ അവരെ ശവകുംഭാരങ്ങളായി അകപ്പതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന കദ്ദബൂ ശുഐബൻ കഅൻ ലം യഗ്നൗ ഫീഹാ. ശുഐബിനെ കളവാക്കിയവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവർ തീരെ തന്നെ ഇല്ലാത്തവരെ പോലെയായി. അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. ശുഐബിനെ കളവാക്കിയവർ പരാജയങ്ങളിൽ പെട്ടുപോയി. ഇതുപോലെ തന്നെ ഐക്യത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. كذب أصحاب الأيكة المرسلين إذ قال لهم شعيب ألا تتقون إني لكم رسول أمين. ശുഐബ് നബി അലൈഹിസ്സലാമിനെ കളവാക്കി ഐക്കത്തിന്റെ ആൾക്കാര് മദീനയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ദേശമായിരുന്നു ഐക്കത്ത്. ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വൃക്ഷക്കൂട്ടങ്ങളുടെ ഇടയിലാണ് ചെറിയ ചെറിയ കൂരകൾ നിർമ്മിച്ചവര് താമസിച്ചിരുന്നത്. അവരോട് ശുഐബ് നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല? അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം, എന്നെ അനുസരിക്കണം. ഞാൻ നിങ്ങളിലേക്കുള്ള സത്യസന്ധനായ ദൂതനാണ്, പ്രവാചകനാണ്. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. നിങ്ങളെ അളവിൽ കൃത്യത വരുത്തണം, ഒരിക്കലും ജനങ്ങൾക്ക് കുറവ് വരുത്തരുത്. നിങ്ങൾ ശരിയായ തുലാസിൽ ജനങ്ങൾക്ക് സാധനം അളന്നു കൊടുക്കണം. നിങ്ങളോട് ചെയ്യുന്ന ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളിൽ നിന്ന് കൂലി ആവശ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് പൈസ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് എനിക്ക് കൂലി നൽകേണ്ടുന്നവൻ അല്ലാഹുവാണ്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള ജനസമൂഹത്തിനെയും പടച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ സന്ദർഭത്തിൽ ഐക്കത്തിലെ ജനങ്ങളിൽ അധികം പേരും ശുഐബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, قالوا إنما أنت من المسحرين. തീർച്ചയായും നീ മാരണക്കാരിൽപ്പെട്ടയാളാണ്. നിങ്ങൾ ഒരിക്കലും പ്രവാചകനല്ല, അല്ലാഹുവിന്റെ ദൂതനല്ല. നേരെ മറിച്ച് നിങ്ങൾ മാരണക്കാരനാണ്. وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين. നിങ്ങളും നമ്മളെ പോലോത്ത മനുഷ്യരല്ലാതെയല്ല, നിങ്ങൾ കളവ് പറയുകയാണ് എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ ആകാശത്തിന്റെ കഷണങ്ങൾ ഞങ്ങളുടെ മേൽ ഇറക്കിക്കൊണ്ടുവരിക. فأسقط علينا كسفا من السماء إن كنت من الصادقين. قال ربي أعلم بما تعملون. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവൻ. فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم. മേഘത്തണലിന്റെ ദിവസത്തിലെ ശിക്ഷ അവരെ പിടികൂടി.
ആ ഐക്യത്തിന്റെ ജനങ്ങൾ താമസിച്ചിരുന്ന നാട് ചൂടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി. അവരുടെ വീടുകളിൽ അവർക്ക് സ്വൈര്യമായി ഇരിക്കാൻ കഴിയുന്നില്ല, വിശ്രമിക്കാൻ കഴിയുന്നില്ല. കഠിനമായി ചൂടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയാതെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർമേഘ തണലിനെ അവരുടെ മുകളിൽ ഉണ്ടാക്കി കൊടുത്തു. ആ കാർമേഘ തണലിൽ എല്ലാവർക്കും നല്ല തണുപ്പ് കിട്ടുമെന്ന ചിന്തയോടുകൂടി വീടുകളിൽ നിന്ന് ആ കാർമേഘത്തിന്റെ തണലിന്റെ കീഴിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാർമേഘങ്ങളിൽ നിന്ന് മഴയല്ല വർഷിച്ചത്, നേരെ മറിച്ച് തീരെയാണ് വർഷിച്ചത്. ഇത് അല്ലാഹുവിന്റെ ഒരു ശിക്ഷയാണ്, തീ കൊണ്ടുള്ള ശിക്ഷ, സ്ഫോടനത്തിലൂടെയുള്ള ശിക്ഷ. ലോകത്ത് നമ്മൾ കാണുകയാണ് അനാശാസ പ്രവണതകൾ നടക്കുന്ന രാജ്യങ്ങളിൽ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ, കാട്ടുതീയത് കാട്ടിൽ നിന്ന് ഒതുങ്ങിയില്ല, നേരെ മറിച്ച് വലിയ വലിയ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അവരുണ്ടാക്കി വച്ചിരിക്കുന്ന മുഴുവൻ സൗധങ്ങളെയും കത്തിച്ചാമ്പലാക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഐക്യത്വവാസികൾക്ക് അല്ലാഹു കൊടുത്തൊരു ശിക്ഷയാണ്. അല്ലാഹു കാക്കുമാണ്. നമ്മൾ അനാശാസ്യ പ്രവണതകളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പാപങ്ങളിലും തിന്മകളിലും അതിന്റെ ആഭാസത്തരങ്ങളിൽ വിരാജിക്കുന്നവരായി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെയും ശിക്ഷിക്കുന്ന കാക്കുമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ഒരു ലാവ പുറപ്പെട്ടു. ഹദീസുകളിൽ നാറ് എന്നാണ് എഴുതിയിരിക്കുന്നത്, തീ. പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന തീ ചൂടുള്ള ദ്രാവകമായി, ചുമന്ന ദ്രാവകമായി ഒഴുകി വന്നു. അത് വരുന്ന പ്രദേശത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും കരിച്ച് ചാമ്പലാക്കി കളയുന്ന ലാവ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തബീബുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് തബീബുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ദേ മദീനയാകെ ആക്രമിച്ചുകൊണ്ടൊരു ലാവ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ്, അതിനെ തീർച്ചയായി നിങ്ങൾ മടക്കി അയക്കണം. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് കാലവിപത്തിന് ഞാൻ മടക്കി അയക്കുന്നത്? ഉമർ ഫാറൂഖ് പറഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞു. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. തബീബുദ്ദാരി മുന്നിൽ നടന്നു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ നടന്നു. അതിന്റെ പിന്നിൽ മുആവിയത്ത് ബിൻ ഖർമല എന്ന് പറയുന്ന ആളും നടന്നു. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ലാവ ഇങ്ങനെ ഒഴുകി വരികയാണ്. ശക്തമായ ചൂടുള്ള ദ്രാവകം ഒഴുകി വരികയാണ്. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു കൈകൊണ്ട് സൂചന നൽകി. വന്ന ലാവ അങ്ങനെ തന്നെ അവിടെ സ്ഥലിച്ചു നിൽക്കുകയാണ്. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു വീണ്ടും മടങ്ങിപ്പോകാൻ വേണ്ടി കൈകൊണ്ട് സൂചന നൽകിയപ്പോൾ ആ ലാവ മടങ്ങി ഒഴുകാൻ വേണ്ടി തുടങ്ങി. തബീബുദ്ദാരി റളിയല്ലാഹു അൻഹു കൈകൊണ്ട് സൂചന നൽകി അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടേയിരുന്നു. ആ ലാവ വന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ തന്നെ ആ ലാവ മടങ്ങിപ്പോവുകയുണ്ടായി. ഏതൊരു പർവ്വതത്തിൽ നിന്ന് ലാവ പൊട്ടിപ്പുറപ്പെട്ടോ ആ പർവ്വതം ഇന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ മദീനയിൽ പോയപ്പോ അതൊരു മൺകൂന പോലെയായി, ഓരോ ഭാഗവും ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഏകദേശം അത് തീരാറയായി. എത്ര വലിയ ശക്തിയാണ് അതിനുള്ളത്. സഹാബി അതിനെ മദീനയിലെ ഒരു വീടുകൾക്കും കോട്ടം സംഭവിക്കാതെ വന്ന സ്ഥലത്തേക്ക് തന്നെ മടക്കിയേക്കുകയുണ്ടായി. പ്രവാചകന്മാരുടെ ദഅവത്തിനെ അംഗീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികളാകുന്നവർക്ക്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നിലനിൽപ്പ് നൽകും. പ്രവാചകന്മാരുടെ ദഅവത്തിനെ തിരസ്കരിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്നവരെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാഫിരീകളാണെങ്കിലും ശരി, മുസ്ലിമീങ്ങളാണെങ്കിലും ശരി, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഒരു ജനസമൂഹത്തിനോട് അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ അക്രമത്തിന്റെ പരിധി എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തീർച്ചയായും കൈകാര്യം ചെയ്തു. ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളണം. നമ്മൾ ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറി കേവലം നിരൂപണം നടത്തി പിരിഞ്ഞു പോകാതെ ഇതിൽ നിന്ന് നാം ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളണം.
എന്റെ ജീവിതത്തിൽ എത്ര ആഭാസത്തരങ്ങളുണ്ട്, എത്ര തിന്മയുണ്ട്, എത്ര അസാന്മാർഗ ജീവിതം ഞാൻ നയിക്കുന്നുണ്ട്. അനുഗ്രഹീതമായ റമദാൻ നമ്മളുടെ അടുക്കൽ വന്ന് എത്തി നിൽക്കുകയാണ്. അള്ളാഹുവിനോട് എത്ര ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങി, സുഹൃത്തുക്കളിൽ എത്ര മുന്നേറാൻ കഴിഞ്ഞു എന്ന് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ വിധിവിലക്കുകളിലേക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലേക്കും മടങ്ങേണ്ടുന്ന സന്ദർഭമാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.